നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് പശുനെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അതുപോലെ തന്നെ അതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴം നന്നായി പഴുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ആ ഒരു സമയത്ത് നമുക്കൊരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ ഏലക്ക പൊടിച്ചും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വഴറ്റിയെടുത്ത പഴം അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വരട്ടിയതിന് ശേഷം അതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഇഡ്ഡലി പോലെ കാണുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും പഴം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ എടുക്കാനായില്ലേ, നോമ്പ് തുറ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്.